എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ലൂക്കോസ് 23:34 ക്രൂശീകരണം ഏറ്റവും ദാരുണവും അതിക്രൂരവുമായ ശിക്ഷയായിരുന്നു. ദുസ്സഹമായ വേദനയും അസഹനീയമായ യാതനയും അനുഭവപ്പെടുന്ന ഒരു ശിക്ഷാക്രമം. ക്രൂശിക്കപ്പെട്ടവർ തങ്ങളുടെ ജന്മദിനത്തെയും ജന്മം നൽകിയ മാതാപിതാക്കളെയും ശപിക്കുകയും നോക്കി നിൽക്കുന്നവരെ തുപ്പുകയും ശകാരിക്കുകയും ചെയ്യുമായിരുന്നു. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ യേശുവിൻ്റെ പടയാളികളും ജനങ്ങളും യേശുവിൽ നിന്നും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കാം. പക്ഷേ അവർ കേട്ട വാക്കുകൾ എത്ര വ്യത്യസ്തമായിരുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഇതാണ് ക്രൂശിൽ നിന്ന് ഉയർന്ന നിസ്തുലമായ പ്രാർത്ഥന. യേശുവിൻ്റെ ക്രൂശിലെ പ്രാർത്ഥന അനേകം കഠിന ഹൃദയരുടെ ഹൃദയത്തെ അലിയിപ്പിച്ചിട്ടുണ്ട്. അവർ പാപക്ഷമ നേടിയിട്ടുമുണ്ട്. ഒരു അർമേനിയൻ യുവതിയുടെ ജീവിത സാക്ഷ്യം ഇങ്ങനെയാണ്. ലോകമഹായുദ്ധകാലത്ത് ഒരു തുർക്കി പട്ടാളക്കാരൻ ആർമിയിലുള്ള ഒരു ഭവനം ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ സ്വന്തമാക്കുവാൻ ശ്രമിച്ചു. അയാളുടെ സാഹസത്തിന് എതിരെ നിന്ന കുടുംബാംഗങ്ങളെ മുഴുവനും അയാൾ കൊന്നു. ആ പെൺകുട്ടിയെ അയാൾ ഭാര്യയാക്കി. പക്ഷെ അവൾ അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്രിട്ടീഷ് സൈന്യ സങ്കേതത്തിൽ എത്തി. നഴ്സിംഗ് പരിശീലനം നേടി. ആർമിയിലെ നേഴ്സായി അവൾക്ക് നിയമനം ലഭിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു തുർക്കി പട്ടാളക്കാരൻ മാരകമായ മുറിവുകളേറ്റ് ആ നേഴ്സിംഗ് വാർഡിൽ പ്രവേശിക്കപ്പെട്ടു. അവൾക്ക് ആ പട്ടാളക്കാരനെ മനസ്സിലായി. എങ്കിലും അവൾ യാതൊരു പകയും കൂടാതെ അയാളെ പരിചരിച്ചു. അയാൾ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവളോടുള്ള നന്ദി അറിയിച്ചു. ആ സന്ദർഭത്തിൽ അവൾ ആരെന്ന് അയാളോട് അവൾ വെളിപ്പെടുത്തി. അയാൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അയാൾ ആശ്ചര്യപൂർവ്വം ചോദിച്ചു, എന്തുകൊണ്ട് നീ എന്നെ കൊന്നില്ല? അവൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, തന്നെ ക്രൂശിൽ തറച്ച് കൊന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിൻ്റെ അടിമയായതുകൊണ്ട് മാത്രം. മുസ്ലിം പട്ടാളക്കാരനെ ആ വാക്കുകൾ സ്പർശിച്ചു. പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ട് ഒരു ക്രിസ്ത്യാനിയായി തീർന്നു. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇതായിരുന്നു തത്വം. എന്നാൽ യേശു ക്ഷമയുടെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ഒരിക്കൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു, സഹോദരനോട് 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? യേശു അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മത്തായി 18:22. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായി 5:44. യേശു പ്രാർത്ഥിക്കുക മാത്രമല്ല, ശത്രുവിനു വേണ്ടി ജീവൻ വെടിയുകയും ചെയ്തു. യേശുവിൻ്റെ ഈ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നുണ്ടോ എന്ന് ശോധന ചെയ്യണം. സ്തെഫാനോസിൽ വ്യാപരിച്ചത് ഈ ആത്മാവാണ്. ജനം അവനെ കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് എന്താണ് ചെയ്തത്? അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:60. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നാം എല്ലാം ക്ഷമിക്കുന്നു. ദുഷ്ടാത്മാവ് നമ്മിൽ വാസം ചെയ്യുമ്പോൾ പകയും വിദ്വേഷവും വർദ്ധിക്കുന്നു. അത് അവരുടെ നാശത്തിനായി ഭവിക്കുന്നു. യേശുവിന്റെ ആത്മാവിനെ വഹിക്കാം. നമ്മെ ദ്രോഹിച്ച എല്ലാവരോടും ക്ഷമിക്കാം. യേശുവിന്റെ ക്രൂശിലെ നിസ്തുലമായ പ്രാർത്ഥന നമ്മുടെ ജീവിതവും മാതൃകയാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ
മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com